തിരിച്ചറിവുള്ളവരാണ് യഥാർത്ഥ ജ്ഞാനികൾ. ഒരു സൂഫി ഗുരു മരണാസന്നനായി കിടക്കുകയാണ്. അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ 3 ശിഷ്യന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗുരു അവരെ സമീപത്തേക്ക് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇഹലോകവാസം വിട്ടു പോകാറായി. എൻ്റെ പിൻഗാമിയായി ഒരാളെ തിരഞ്ഞെടുക്കണം. ആ ഗുരുവിനെ കണ്ടെത്തുന്നതിനായി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എൻ്റെ പക്കൽ ആകെ സമ്പാദ്യമായി 7 ഒട്ടകങ്ങളുണ്ട്. അത് നിങ്ങൾ വീതിച്ചെടുക്കണം. ഗുരു തുടർന്നു, ഏറ്റവും മൂത്ത ആൾക്ക് ആകെയുള്ള ഒട്ടകങ്ങളുടെ പകുതിയും, രണ്ടാമത്തെ ആൾക്ക് അതിൻ്റെ പകുതിയും, മൂന്നാമത്തെ ആൾക്ക് രണ്ടാമന് ലഭിച്ചതിൻ്റെ പകുതിയും കിട്ടത്തക്ക രീതിയിലാകണം ഭാഗിക്കേണ്ടത്. ഈ രീതിയിൽ ആരാണോ നിങ്ങൾക്ക് ഭാഗിച്ചു തരുന്നത് അയാളായിരിക്കും നിങ്ങളുടെ അടുത്ത ഗുരു. ശിഷ്യന്മാർ തമ്മിൽ നോക്കി 7 ഒട്ടകങ്ങളെ ഇത്തരത്തിൽ എങ്ങനെ വീതം വയ്ക്കും? അവർ പല ഗുരുക്കന്മാരെയും സമീപിച്ചു. അവർക്കാർക്കും തൃപ്തികരമായ ഒരു പ്രതിവിധി നിർദ്ദേശിക്കാനായില്ല. ചിലർ പറഞ്ഞത് ഒട്ടകത്തെ വിറ്റ് ആ പണം ഗുരു പറഞ്ഞ രീതിയിൽ വീതിച്ചെടുക്കാനാണ്. എന്നാൽ അത് ശിഷ്യന്മാർക്ക് സ്വീകാര്യമായില്ല. കാരണം ഗുരു പറഞ്ഞിരുന്നത് ഒട്ടകങ്ങളെ വീതിക്കാനാണ്, പണത്തെയല്ലല്ലോ. മറ്റു ചില ഗുരുക്കന്മാർ പ്രശ്നത്തിന് പരിഹാരം കാണാനാവാതെ ഈ ശിഷ്യന്മാരെ അവഹേളിക്കുകയും ചിലർ ആട്ടിയോടിക്കുകയും ചെയ്തു. ശിഷ്യന്മാർ പലരെയും തേടി അലഞ്ഞു. ഒടുവിൽ ഒരു ഗ്രാമത്തിലെ ഗുരുവിൻ്റെ അടുത്തെത്തി. അദ്ദേഹം ഇവരുടെ കഥകൾ കേട്ടപ്പോൾ പ്രശ്നം പരിഹരിക്കാമെന്നേറ്റു. അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് ഒരു ഒട്ടകത്തെ കൂടി അവർക്ക് കൊടുത്തു. അപ്പോൾ ഒട്ടകങ്ങൾ 8 എണ്ണമായി. ഇനിയും അത് അവരുടെ ഗുരു പറഞ്ഞ രീതിയിൽ വീതിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഒന്നാമന് 4ഉം രണ്ടാമന് 2ഉം മൂന്നാമന് 1 ഒട്ടകത്തെയും കിട്ടി. ബാക്കി വന്ന ഒരു ഒട്ടകം ഈ ഗുരുവിൻ്റേതാകയാൽ അത് അദ്ദേഹം തിരിച്ചെടുക്കുകയും ചെയ്തു. ശിഷ്യന്മാർക്ക് സന്തോഷമായി. അവർ അവരുടെ അടുത്ത ഗുരുവിനെ കണ്ടെത്തി. നമ്മുടെ നിത്യജീവിതത്തിലും ഇതുപോലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പരിഹരിക്കാൻ പ്രയാസമെന്ന് നാം കരുതുന്ന പല പ്രശ്നങ്ങളും പോംവഴി കണ്ടെത്താൻ പറ്റുന്നവ തന്നെയാണ്. അതിന് ചില നീക്കുപോക്കുകൾ നടത്തണമെന്ന് മാത്രം. പ്രശ്നങ്ങളെ വൈകാരികമായി സമീപിക്കുമ്പോഴാണ് അവയുടെ പരിഹാരത്തിനായി നാം പലപ്പോഴും മതഗ്രന്ഥങ്ങളെ കൂട്ടുപിടിക്കുന്നത്. എന്നാൽ എഴുതി വെച്ച നിയമങ്ങൾക്കപ്പുറം പ്രശ്നങ്ങളെ യുക്തിപൂർവ്വം സമീപിക്കുമ്പോഴാണ് പ്രായോഗികമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നത്. എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള അറിവ് നല്ലത് തന്നെ. എന്നാൽ അതിനേക്കാൾ നമുക്കാവശ്യം തിരിച്ചറിവാണ്. തിരിച്ചറിവുള്ളവരാണ് യഥാർത്ഥ ജ്ഞാനികൾ.